കേരളത്തിലെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു പാർട്ട്ണറുടെ, കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ മനസ്സെന്തുകൊണ്ട് വായിച്ചറിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായിക്കൂടാ? ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിന് ട്രിക്കുകളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരും. അപ്പോൾ എനിക്കിപ്പോഴും അത് കവർ ചെയ്ത് പിടിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്കത് ഒരിക്കലും പറയാനുള്ള റൈറ്റ്സ് ഇല്ല, ട്രിക്കുകൾ റിവീൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. കാരണം ഇത് വേറെ ആരോ കണ്ടുപിടിച്ചതാണ്, നമ്മളല്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ച് പലരും യൂസ് ചെയ്യുന്നൊരു സാധനം ഒരാൾക്ക് നശിപ്പിക്കാനുള്ള അധികാരം ഇല്ല ശരിക്കും. അപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിന് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കാര്യം പറയാം. ഇപ്പം ഞാൻ നേരത്തെ മനസ്സിലൊരു കാര്യം കണ്ടുപിടിച്ചതുപോലെ നമുക്കൊരാളുടെ മനസ്സിലുള്ള കാര്യം കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? ഇയാളത് കണ്ടുപിടിച്ചോട്ടെ എന്നുള്ളൊരു മനസ്സായിരിക്കണം അവിടെ നിൽക്കുന്ന ആൾക്ക്. ഫോർ എക്സാമ്പിൾ, ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഈ ആണിനോ പെണ്ണിനോ എന്തെങ്കിലും ഒരു രഹസ്യം മറച്ചു പിടിക്കാനുണ്ട് എന്ന് വിചാരിക്കാം, അവരത് പുറത്ത് വിടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും അത് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ അവരോട് പറയാണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെ നേരത്തെ ചോദിച്ച പോലെ കല്യാണം കഴിക്കാൻ പോകുന്ന 2 പേര്. അപ്പോൾ ഈ കാമുകൻ ചോദിക്കുകയാണ്, ഇയാൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അഫെയർ ആരാണെന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ ആ ഭാഗത്തേക്ക് പോലും ആ മനസ്സ് കൊണ്ടുപോകില്ല. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെയും കൂടെ സപ്പോർട്ട് വേണം.